സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ഈ പേര് പഠിച്ചെടുക്കാൻ തന്നെ ഞാൻ കുറച്ച് സമയമെടുത്തു. ഈ സിനിമ ഒരു അവോൺഗാർഡ് ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മനസ്സിലാക്കാനും അപഗ്രഥിക്കാനും അനലൈസ് ചെയ്യാനും ഉള്ള അറിവും കഴിവും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സാഹിത്യപരമായ ആയിട്ടാണെങ്കിലും സിനിമാറ്റിക് ആയിട്ടാണെങ്കിലും. എങ്കിലും ഒരു സാധാരണക്കാരെന്ന നിലയിൽ അനലൈസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. ഈ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് ആക്ടേഴ്സും എൻ്റെ മനസ്സിൽ ഒരുപാട് പോയിൻറ്റ്സും ഉണ്ട്. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പം മൊബൈലിലും ഇടയ്ക്ക് നോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം എൻ്റെ മൊബൈലിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ നോട്ട് പാഡിലും ഞാൻ കുറേ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെച്ചു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ട് പാഡിൽ നോക്കേണ്ടി വരും, ക്ഷമിക്കുക. കാരണം എനിക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്നതിൽ ഒരുപാട് പോയിൻറ്റ്സ് എനിക്ക് പറയണമെന്നുണ്ട്, ഒരുപാട് നെയിംസും പറയണമെന്നുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുക. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ, ഇദ്ദേഹത്തിൻ്റെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, പിന്നെ എന്നാത്താൻ കേസുകോട്, ഇത് രണ്ടും എനിക്ക് വളരെ 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 പ്രിയപ്പെട്ട സിനിമകളാണ്. പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാത്തൊരു പടമായിരുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ, പ്രത്യേകിച്ച് 2 കൂട്ടുകാർ, നിനക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചൊരു പടമാണ്. പക്ഷേ എനിക്ക് ഇമോഷണലി ഭയങ്കര കണക്റ്റായൊരു പടമാണ്. പല കാരണങ്ങൾ, പേഴ്സണലി ഫാമിലി വൈസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട പടമാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. അതിൽ സുരാജിന് പെർഫോമൻസ് ആയാലും ആ കഥയായാലും ഗംഭീരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ കാമിനി കലഹം എന്നൊരു പടം ഉണ്ടായിരുന്നല്ലോ, പേര് കറക്റ്റായിട്ട് വിട്ടുപോയി. അത് ഞാൻ മൊത്തം കണ്ടിട്ടില്ല, TV-യിലും കണ്ട് കുറച്ച് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ കണ്ടിടത്തോളം അതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി ഇതിലേക്ക് തിരിച്ചു വരാം. ഇടയ്ക്കിടയ്ക്ക് ടൈറ്റിലിൻ്റെ പേര് പറയാൻ പാടുള്ളത് കൊണ്ട് ഈ സിനിമ എന്ന് പറയുന്നതായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു. ഇതിൽ മുഖ്യ കഥാപാത്രങ്ങളെ അഭിനയിച്ചിരിക്കുന്നത് രാജേഷ് മാധവനും ചിത്ര നായരുമാണ്. ഇവർ രണ്ടുപേരും എന്നാത്താൻ കേസുകോട് എന്ന പടത്തിൽ 2 ക്യാരക്ടേഴ്സായിരുന്നു. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടേഴ്സായിരുന്നു. ഒരുപാട് പേർക്ക് ഒരുപാട് ഫാൻസായ 2 കഥാപാത്രങ്ങളാണ് ഇത്. ടീച്ചറും ഓട്ടോറിക്ഷ ഡ്രൈവറും, അതായത് സുരേഷനും സുമലതയും. അതിൻ്റെ സ്പിൻ ഓഫാണ് ഈ പടം. ഈ പടം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച്, ഇതെന്താണ് ഇവർ കാണിക്കുന്നത്, ഏത് രീതിയിലാണ് ഈ പടം പോകുന്നത്, എന്തൊക്കെ ഗോഷ്ഠികളാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നെനിക്ക് തോന്നി. എനിക്ക് ആദ്യം തോന്നിയത്, നമുക്ക് ആവശ്യമില്ലാത്തൊരു സീക്വലാണോ ഇത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു സ്പിൻ ഓഫ് അല്ലേ ഇതെന്ന് തോന്നി. പക്ഷേ മിസ്റ്റർ പൊതുവാൾ രൂപകൽപ്പന ചെയ്ത, ഇമാജിൻ ചെയ്ത ഒരു ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു സമയം എടുത്തു എനിക്ക്. പക്ഷെ അതിന് ശേഷം ഈ പടം became stronger and stronger, more vigorous, more engaging. അതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. സാധാരണ ഞാൻ കാണുന്ന പടങ്ങൾ ആദ്യം ഭയങ്കര സംഭവത്തിൽ തുടങ്ങുകയും പിന്നെ പലപ്പോഴും ഫിസിൽ ഔട്ട് ആവുകയും ചെയ്യും, അവസാനം അടുക്കുന്തോറും, സെക്കൻഡ് ഹാഫ് കഴിയുന്തോറും. പക്ഷേ ഇത് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴും അവസാനത്തെ ഒരു 15 മിനിറ്റും ഒരു അലക്കായിരുന്നു. ഭയങ്കര എൻ്റർടൈനിങ്, ഭയങ്കര എക്സൈറ്റിങ്. ഇത് 3 ടൈം ലൈൻസിലൂടെയാണ് കടന്നു പോകുന്നത്. കഥാപാത്രങ്ങൾ 3 or 4, എനിക്കൊന്ന് 3 തോന്നുന്നു, 3 ടൈം ലൈൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിങ്ങനെ എഡിറ്റിങ്ങിൽ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഒരുപാട് എഡിറ്റിംഗ് ബ്രില്യൻസും ഡയറക്ടോറിയൽ ബ്രില്യൻസും ഉള്ളൊരു പടമായിട്ട് തോന്നി. കാരണം ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി, ഇതിൻ്റെ ഒരു വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുമ്പം ഗ്രാഫിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിരിക്കണമെന്നില്ല, പക്ഷേ ആ ഒരു വിഷ്വൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്രെയിംസ്, കൊറിയോഗ്രാഫി ഗംഭീരമായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. അതായത് ഇതൊരു
വിഷ്വലി ഒരു സ്പെക്ടക്കിൾ തന്നെയായിരുന്നു, ഒരു വിഷ്വൽ ട്രീറ്റ്, ഒരു വിഷ്വൽ എക്സ്ട്രാവഗൻസ് തന്നെയാണ്. സൗണ്ട് റെക്കോർഡിങ്ങും മികച്ചത് തന്നെയായിരുന്നു. തുടങ്ങുമ്പോൾ തന്നെ പ്രത്യേക രീതിയിലാണ് തുടങ്ങുന്നത്. ടൈറ്റിൽസ് കാണിക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഡയറക്ടറിൻ്റെ പേര് കാണിക്കുന്നതും കുഞ്ചാക്കോ ബോബന് നന്ദി എന്ന് പറഞ്ഞിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. പടം തുടങ്ങുന്നത് കുഞ്ചാക്കോ ബോബൻ ഒരു കടൽ തീരത്തിരിക്കുകയാണ്. താജ്മഹലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാതൃക, താജ്മഹലിൻ്റെ തന്നെ ഒരു മാതൃക വെള്ളത്തിൽ കിടക്കുന്നു. അത് കുഞ്ചാക്കോ പൊക്കിയെടുക്കുന്നു. അതിൽ നിന്നാണ് പടം ആരംഭിക്കുന്നത്. അതായത് എനിക്കൊന്ന് ലേറ്റ് 80s 90s തുടക്കം, പിന്നെ 2013-12 കാലഘട്ടം, പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ, റിസർച്ച് ചെയ്യാൻ. പക്ഷേ അതെല്ലാം ഒറ്റ വാച്ച് തന്നെ കണ്ട് എടുക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. എനിക്ക് സാധിച്ചില്ല, കാരണം അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ഇടയ്ക്ക് ഒരു വാചകം പറയുന്നുണ്ട്, അതായത് ലെജൻസ് ഡയറക്റ്റ്, ബോയ്സ് ആക്ട്. പിന്നെ പറയും ബോയ്സ് ഡയറക്റ്റ്, ലെജൻസ് ആക്ട്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എന്തുമായാലും ഇതിലെ അറേ ഓഫ് ആക്ടേഴ്സ് എല്ലാവരും, ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഉണ്ട്. നിർഭാഗ്യവശാലും എൻ്റെ അറിവുകേട് കൊണ്ടും എല്ലാവരുടെയും പേരിൽ എനിക്കറിയത്തില്ല, അവരോട് ക്ഷമിക്കുക. പക്ഷേ അവരെല്ലാവരും ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. ഒരു നീണ്ട നിരയുണ്ട് ആക്ടേഴ്സിൻ്റെ. നമ്മൾ മുഖ്യധാര ആക്ടേഴ്സായിട്ടുള്ള സുധീഷ്, ജിനു ജോസഫ്, അങ്ങനെ അതുകൂടാതെ ഒരുപാട് പേര് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ലെജൻസ് ഡയറക്റ്റ് എന്ന് പറഞ്ഞ കണക്ക് മിസ്റ്റർ പൊതുവാൾ ഒരു ലെജൻഡ് തന്നെയാണെന്ന് പറയാം. കാരണം അത്രയ്ക്കധികം ടാലൻറ്റും അത്രയും ഔട്ട്പുട്ടും പുള്ളി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ആക്ടേഴ്സ് എടുത്തു പറയേണ്ടത് ശരണ്യ രാമചന്ദ്രൻ. പല രീതിയിൽ പല വേഷവിധാനത്തിൽ വരുന്നുണ്ട്. അതിലേക്ക് തിരിച്ചു വരാം ഓർമ്മിക്കുകയാണെങ്കിൽ. പക്ഷേ അത് എടുത്ത് പറയുന്ന പെർഫോമൻസ് പല രീതികളിൽ വരുന്ന അറ്റയാസിലും പല ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന പല ക്യാരക്ടേഴ്സോട് വരുന്നുണ്ട്. കാരണം ഇതൊരു നാടകം ബേസ്ഡ് സിനിമയാണ്. അതിലെല്ലാം വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു ശരണ്യ രാമചന്ദ്രൻ. പിന്നെ എടുത്തു പറയേണ്ടത് ആർട്ട് ഡയറക്ഷൻ, കോസ്റ്റ്യൂംസ് ഗംഭീരം. മ്യൂസിക് ഡോൺ വിൻസെൻ്റ്, വളരെ വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റ്. DOP സബിൻ ഉരുളിക്കണ്ടി. ഗംഭീര ഫ്രെയിംസ്, ഗംഭീര ലൈറ്റിംഗ്, തികച്ചും വേൾഡ് ക്ലാസ് സിനിമാറ്റോഗ്രഫി. അത് ഓരോ ഫ്രെയിംസിലും ആ ബ്രില്യൻസ് അറിയാൻ പറ്റും. എഡിറ്റർ ആകാശ് തോമസ്, ഉഗ്രൻ. ഇതിനകത്തൊരു ക്യാരക്ടറുണ്ട് ഭഗവതി, അതായത് നായകൻ്റെ കൂട്ടുകാരനാണ്. പുള്ളിക്കാരനെ വിളിക്കുന്നത് ബക്സ് എന്നാണ്. ബക്സ്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊറിയോഗ്രഫി, ഇതൊരു മ്യൂസിക്കൽ പോലെ ട്രീറ്റ്മെൻറ്റാണ്, മ്യൂസിക്കൽ പോലത്തെ ഒരു ഫിലിമാണ്, മ്യൂസിക്കൽ എന്ന് പറയാം. അപ്പം അതിനകത്ത് ഒരുപാട് ഡാൻസും ഒരുപാട് കൊറിയോഗ്രഫിയും വരുന്നുണ്ട്. ഡാൻസ് അല്ലാതെ തന്നെ പല രീതിയിലുള്ള കൊറിയോഗ്രഫി വരുന്നുണ്ട്. അത് ചെയ്തിരിക്കുന്നത് കാവ്യ ജി ആണ്. ടേക്ക് ബൗ, ഗംഭീരം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു നാടകം ബേസ്ഡ് സിനിമയാണ്. നായികയെ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണിൻ്റെ അച്ഛനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരു നാടകം ഡയറക്റ്റ് ചെയ്യാൻ നോക്കുവാണ്. അത് മുതൽ ആ ഒരു ഗ്രാമം, പയ്യന്നൂരാണെന്ന് തോന്നുന്നു, പയ്യന്നൂരാണെന്ന് എൻ്റെ ഓർമ്മ, കണ്ണൂരിലെ പയ്യന്നൂർ. അപ്പം അതിനുശേഷം ആ ഗ്രാമം മുഴുവൻ ഒരു സ്റ്റേജായി മാറുവാണ്. എ ഹോൾ വില്ലേജ് ബിക്കംസ് എ സ്റ്റേജ്. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇടയ്ക്ക് തോന്നി എക്സ്പെരിമെൻറ്റേഷൻ ഓവർഡണ്ണാണോ, പക്ഷെ അവസാനം അടുക്കും തോറും എനിക്ക് മനസ്സിലായി അല്ല, ഇത് നമ്മൾ അങ്ങനെ തന്നെ കാണണം. അത് ഒരു പ്രത്യേക ഒരു വട്ട് പടം തന്നെയാണെന്ന് പറയേണ്ടി വരും. ഒരു ലിജോ ജോസ് പെലിശ്ശേരി ട്രീറ്റ്മെൻറ്റ്. പക്ഷേ മലൈക്കോട്ടെ വാലിബൻ എന്താവണമെന്ന് ആഗ്രഹിച്ചോ അതാണ് ഈ പടം ആയിത്തീരുന്നത് എന്ന് എനിക്ക് തോന്നി പേഴ്സണലി. പല രീതിയിലും റെവല്യൂഷണറി, പല രീതിയിലും ബ്രേക്കിംഗ് ഓൾ ദ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സിനിമ. മോഹൻലാൽ മജത്താഴിൽ പറഞ്ഞ കണക്ക്, സണ്ണി മജത്താഴിൽ പറഞ്ഞ കണക്ക് എല്ലാ റൂൾസിനെയും ബ്രേക്ക് ചെയ്യുന്നൊരു സിനിമ.
നേരത്തെ പറഞ്ഞല്ലോ, ഈ പടം അവസാനിക്കും തോറും സ്ട്രോങ്ങറായി വന്ന് ഒരു ഉഗ്രൻ സംഭവത്തിലാണ് എത്തിച്ചേരുന്നത്. പിന്നെ ഇതിനകത്ത് ഈ നാടകം സദാരമ കൊല്ലംകാരനായ KC കേശവപിള്ളയുടെ സദാരമ എന്ന വർക്കിൽ നിന്ന്, ആ വർക്കിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമയിലെ നാടകം പ്ലേ ചെയ്യുന്നത്. ആ കൃതിയെപ്പറ്റി എനിക്ക് വലിയ അറിവില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ആർക്കെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ കമൻസിൽ അറിയിക്കുക, അത് ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ആദ്യം പറഞ്ഞ കണക്ക് എല്ലാം മനസ്സിലായോ, എല്ലാം ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചാൽ അതിൽ കൂടുതൽ ഒരു സാധാരണക്കാരനായ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഈ എക്സ്പെരിമെൻ്റ് കാണിക്കാൻ, എക്സ്പെരിമെൻ്റ് ഒരു കമേഴ്ഷ്യൽ ഫിലിമായിട്ട് ഇറക്കാൻ ധൈര്യം കാണിച്ച രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന് അഭിനന്ദനങ്ങൾ. I am going with 4 stars for this movie. Thanks for watching.